പല സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ പല സോഷ്യൽ മീഡിയയിൽ നിന്നും ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റുകളും നമുക്ക് വരാറുണ്ട്. എന്നാൽ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഒഴിച്ച് വാട്സപ്പിൽ നിന്ന് വന്ന ഫോട്ടോസും വീഡിയോകളും നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മൾ ഒരുപാട് പോയി ഗാലറിയിൽ പോയി തപ്പാണ്ടി വരും. എന്നിട്ട് നമുക്ക് വേണ്ട ആൻസർ കിട്ടുകയില്ല. ഏതൊക്കെയാണ് നമുക്ക് വാട്സപ്പിൽ വന്ന ഫോട്ടോസുകളായാലും വീഡിയോസ് ആയാലും ഡോക്യുമെൻ്റ് ആയാലും ഗാലറിയിൽ പോയി നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൃത്യ റിസൾട്ട് കിട്ടുകയില്ല. എന്നാൽ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് വാട്സപ്പിലെ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഡോക്യുമെൻ്റ് ആയാലും വേർതിരിച്ച് എടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് വാട്സപ്പിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ഏത് ആപ്ലിക്കേഷനാണെന്നോ അത് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ എത്തിക്കാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ മിസ് കരി ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പല സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഈ പല സോഷ്യൽ മീഡിയയിൽ നിന്നും നമുക്ക് ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റും ഒക്കെ മെസ്സേജ് വരാറുണ്ട്. എന്നാൽ വാട്സപ്പിൽ പറഞ്ഞ ഫോട്ടോസ് വീഡിയോസ് മാത്രം ഡോക്യുമെൻറ്റുകൾ മാത്രം വേർതിരിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷനിൽ ചെറിയ ചെറിയ പരസ്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വാട്സപ്പിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇവിടെ ഇതേപോലെ നിങ്ങൾക്ക് ശല്യപ്പെടുത്തുന്ന പരസ്യങ്ങളൊന്നും വരില്ല. ഇങ്ങനത്തെ പരസ്യങ്ങളെ വരുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം ഇവിടെ WA ഗാലറി, അതായത് വാട്സപ്പ് ഗാലറി എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പെർമിഷൻ ചോദിക്കുക. അത് വേണമെങ്കിൽ അലോ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അല്ലോ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. ഇനി നമുക്ക് സ്റ്റാറ്റസുകളാണെങ്കിൽ ഇവിടെ ഒരു പെർമിഷൻ കൊടുക്കേണ്ടി വരും. ഗെറ്റ് പെർമിഷൻ എന്ന ഒരു ഭാഗത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ദിസ് ഫോൾഡർ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അലോ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് എല്ലാം അതിൽ വരും. ഇനി ഫോട്ടോസും വീഡിയോസുകളും അങ്ങനെ വരും. എല്ലാ ഓപ്ഷനും ഇതിലുണ്ട്. അതിനായിട്ട് ഈ ഫോട്ടോ എന്ന് പറയുന്ന ഭാഗത്തിലായിരിക്കും ആദ്യം കിടക്കുന്നത്. ഇപ്പോൾ എനിക്ക് വാട്സപ്പിലൊരു ഫോട്ടോസും ഇല്ലാത്തതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ കാണിക്കും. ഇവിടെ എനിക്ക് വീഡിയോസും ഇല്ല. പിന്നെ ഓഡിയോസിന് പെർമിഷൻ കൊടുക്കേണ്ടി വരും. പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കാണിക്കും. ജസ്റ്റ് ഒന്ന് ഇതേപോലെ പെർമിഷൻ കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് ഓഡിയോസും ഇല്ല. ഡോക്യുമെൻ്റ് ഞാൻ ഓക്കെയാണ്. ഇവിടെ ഗെറ്റ് പെർമിഷൻ എന്ന ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിലേ കാണിക്കുകയുള്ളൂ. ഇവിടെ എനിക്ക് ഫോട്ടോസും വീഡിയോസും വാട്സപ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ കൊടുക്കുമ്പോഴത്തേക്കും കാണിക്കും. ഇവിടെ യൂസ് ദിസ് ഫോൾഡർ എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അലോ കൊടുക്കും. അപ്പോൾ അവിടെ വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വാട്സപ്പിൽ വന്ന ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റുകളും ഓഡിയോസും ഒക്കെ നമുക്ക്
എടുക്കാൻ പറ്റുന്നത്, വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ട് വാട്സപ്പിൻ്റെ ഒരു നല്ല ആപ്ലിക്കേഷൻ തന്നെയാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഇത് നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കുറേ പേര് നല്ല അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനിയും തുടർന്നും ഇങ്ങനെ ഓരോ സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കണം, എന്നാലേ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വേറെയും കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്, ഞാൻ പരിചയപ്പെടുത്താത്തത്. ഇവിടെ 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് അത് കാണിച്ചു തരാം. ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. ഇവിടെ കുറേ ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. വാട്സപ്പിന് സംബന്ധമായ ഓപ്ഷൻസുകളാണുള്ളത്. വാട്സപ്പിനെ കുറിച്ചല്ലേ പറഞ്ഞത്, അപ്പോൾ വാട്സപ്പിനെ കുറിച്ചുള്ള ഓപ്ഷൻസ് അല്ലേ ഇതിൽ വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് ഒരു ചെറിയ അറിവായിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം ലഭിക്കുക ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കളം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിരുന്നു ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ദിവസം ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നടക്കണം. അതുവരേക്കും ഗുഡ് ബൈ.